ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ജകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ചത്യാശാപിണ്ഡം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അംഗംഗലിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ചത്യാശാപിണ്ഡം. വാർദ്ധക്യാവസ്ഥയിൽ പോലും തൃഷ്ണ കൊണ്ട് പ്രേരിതനായി, ആശ കൊണ്ട് പ്രേരിതനായി അവൻ തൻ്റെ മനസ്വാസ്ഥ്യം കെടുത്തുന്നു എന്ന് പറയുകയാണ്. അംഗംഗളിതം, ശരീരം മുഴുവൻ അങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് ഇന്ദ്രിയങ്ങൾ മുഴുവനും ശക്തി നശിച്ച് അവൻ കഴിഞ്ഞു. ഫലിതം മുണ്ടം, തല നരച്ചു കഴിഞ്ഞു. ഫലിതം വെച്ചാൽ വെള്ള ജല കൊണ്ട് വെളുക്കുക തലമുടി. അങ്ങനെ ഫലിതം മുണ്ടം, ശിരസ് ഫലിതമായി നരച്ചതായി തീർന്നു. അതുമാത്രമോ ദശനവിഹീനം ജാതം തുണ്ടം, അവൻ്റെ വായ ദശനവിഹീനമായി പല്ലില്ലാത്തതായി തീർന്നു. അവനെ ഒന്നും ചവച്ചത് അനുഭവിക്കാനാവില്ല. അവൻ്റെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ ശക്തി നശിച്ചു, തലമുടി നരച്ചു. അതുപോലെ എല്ലാ പല്ലുകളും കൊഴിഞ്ഞ് അത് മണിപ്പേഴ്സ് പോലെ ആയിത്തീർന്നു അവൻ്റെ വായ. ഒരു വസ്തുവും അവന് ഇഷ്ടമുള്ള വസ്തു ചവച്ച് നല്ലത് ആസ്വദിച്ച് ഭക്ഷിക്കാൻ അല്ലാത്ത അവസ്ഥയാണ്. ഇതൊക്കെയാണ് വാർദ്ധക്യത്തിൽ നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നതാണ്. എന്നിട്ട് അത് കഴിഞ്ഞു വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം, വടി പിടിച്ചും കൊണ്ടാണ് നടക്കുന്നത്. വൃദ്ധൻ വടി പിടിച്ചും കൊണ്ട് അങ്ങനെ നടക്കുകയാണ്. സ്വയം നടക്കാനുള്ള കഴിവില്ല, അന്യരുടെ സഹായത്തോടു കൂടിയേ നടക്കാനുള്ള അവസ്ഥയിലെത്തി. ഇത്രയൊക്കെയാണ് ശരീരം ചുക്കിച്ചുളഞ്ഞു, ഇന്ദ്രിയ ശക്തി ക്ഷമിച്ചു, പല നരച്ചു, പതിലെല്ലാം പൊഴിഞ്ഞു പോയി. നടക്കണമെങ്കിൽ തന്നെയും വലിയ സഹായം വേണമെന്ന അവസ്ഥയിലെത്തിയിട്ടും തദപില മുഞ്ചത്യാശാപിണ്ഡം, അവൻ്റെ ശരീരമാകുന്ന ആ പിണ്ഡത്തെ ആശ വിട്ടുപോകുന്നില്ല. അത് ബക്കൊക്കെ പോയി. ആശ മാത്രം അത്ര പ്രബലമാണ്. ആശ എന്നുള്ള വലിയൊരു മഹാനദിയാണെന്ന് പറയുന്നത്. അത് മനോരഥ ജല, മനസ്സ് ആഗ്രഹങ്ങളാകുന്ന വെള്ളം ഒഴുകുകയാണ് ആ ആശയിൽ. അതുപോലെ തന്നെ ധൈര്യധ്രുമധ്വംസിനി, ധൈര്യത്തെ നശിപ്പിക്കുന്നതാണ്. അതുപോലെ തൃഷ്ണാതരംഗാകുല, തൃഷ്ണയാകുന്നതായ ഇച്ഛകളാകുന്നതായ തരംഗങ്ങൾ കൊണ്ട് വ്യാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ളതാണ് ആ മഹാനദി. അങ്ങനെയുള്ളതായ മഹാനദിയായ ആശയെ പെട്ട് അവൻ കഷ്ടപ്പെടുകയാണ്. എന്നിട്ടും അവൻ്റെ ശരീരമൊക്കെ നശിച്ചാലും ആശ മാത്രം പിന്നെയും ശരിക്കുന്നു. എനിക്കിനിയും ജീവിക്കണം, ഇനിയും ജീവിക്കണം, ജീവിതസുഖം അനുഭവിക്കണം എന്നുള്ളതായ ആശ അവനെ വിട്ടുപിരിയില്ല. അത് അത്യന്തം ഇതാണ്. മായാമോഹിതരായ ജനങ്ങൾ തൻ്റെ അവസ്ഥ ഇത്രയായിട്ടും, ഇത്ര കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലെത്തിയിട്ടും തൻ്റെ ആശ നശിക്കാതെ വീണ്ടും വീണ്ടും ആശയെ നിറവേറ്റാൻ വേണ്ടി ബന്ധപ്പെടുകയാണ് മനുഷ്യരുടെ ലോകത്തിൽ. അല്ലയോ വൃദ്ധ, നീ ഇതൊക്കെ വിട്ടിട്ട് ഇതുകൊണ്ടൊന്നും നിനക്ക് ശാശ്വതമായ സുഖം ലഭിക്കാൻ പോകുന്നില്ല.
നീ ഇതെല്ലാം വിട്ട് ഇതെല്ലാം സ്വപ്നതുല്യമാണ് ഈ സംസാരം എന്നുള്ളത് മനസ്സിലാക്കി അതൊക്കെ ഉപേക്ഷിച്ച് ഭഗവാനെ ആരാധിക്കൂ, ഭഗവാനെ സേവിക്കൂ. അതാണ് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേന്നാണ്. അതുകൊണ്ട് അതാ ഗോവിന്ദ ഭജനം കൊണ്ട് മാത്രമേ നിനക്ക് ശാശ്വതമായ സുഖം ലഭിക്കൂ. ഈ ആശയ്ക്ക് വിൽപ്പെട്ട് അങ്ങോട്ട് പോയാൽ നിനക്കൊരിക്കലും ശാന്തി ഉണ്ടാവില്ല, മനസ്സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഭഗവാനെ ഭജിച്ച് ജന്മകൃത്യം ജന്മത്തെ സഫലമാക്കൂ എന്ന് ഉപദേശിക്കുകയാണ് ആചാര്യൻ.